ശ്രീലങ്കയിൽ നാശം വിതച്ച് ഡിറ്റ്വ ചുഴലിക്കാറ്റ്. 2 ദിവസമായി രാജ്യത്ത് വീശിയടിച്ച കാറ്റിൽ 56 പേർ മരിച്ചതായി ഔദ്യോഗിക കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. 23 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. രാജ്യത്ത് വ്യാപകമായുണ്ടായ മഴയിലും മണ്ണിടിച്ചിലിലും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കനത്ത മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ ശ്രീലങ്കയ്ക്ക് സഹായവുമായി ഇന്ത്യൻ കപ്പലുകൾ ശ്രീലങ്കയിലെത്തിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അറിയിച്ചു. ദുരിതാശ്വാസ സാമഗ്രികളാണ് കപ്പലിലുള്ളത്. ദുരന്തത്തിൽ മരിച്ചവർക്ക് അനുശോചനം നേർന്ന പ്രധാനമന്ത്രി ഓപ്പറേഷൻ സാഗർ ബന്ധുവിന്റെ ഭാഗമായി ഇന്ത്യ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്യുന്നതായും അറിയിച്ചു. ഡിറ്റ്വ ചുഴലിക്കാറ്റിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ശ്രീലങ്കയിലെ ജനങ്ങൾക്ക് എൻ്റെ ഹൃദയംഗമായ അനുശോചനം. എല്ലാ ദുരിതബാധിത കുടുംബങ്ങളുടെയും സുരക്ഷയ്ക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു, മോദി എക്സിൽ കുറിച്ചു. പ്രാഥമിക ദുരന്ത നിവാരണ സാമഗ്രികളും സഹായവും ശ്രീലങ്കയിൽ എത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സ്ഥിതിഗതികൾ പരിശോധിച്ച് കൂടുതൽ സഹായം നൽകാൻ ഇന്ത്യ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ അയൽവക്കക്കാരോടുള്ള പ്രഥമ നയവും മഹാസാഗർ എന്ന കാഴ്ചപ്പാടും പ്രതിഫലിപ്പിക്കുന്നതാണ് അടിയന്തര സഹായം എന്ന് പ്രധാനമന്ത്രി കുറിച്ചു. പ്രകൃതി ദുരന്തങ്ങളിലോ അടിയന്തര സാഹചര്യങ്ങളിലോ അയൽ രാജ്യങ്ങളെ സഹായിക്കുന്നതിനായി ആരംഭിച്ച ഇന്ത്യൻ നാവികസേനയുടെ മാനുഷിക സഹായ ദുരന്ത നിവാരണ ദൗത്യമാണ് ഓപ്പറേഷൻ സാഗർ ബന്ധു. ഈ പ്രവർത്തനത്തിന് കീഴിൽ ചുഴലിക്കാറ്റുകൾ, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മറ്റ് പ്രതിസന്ധികൾ ബാധിച്ച രാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ നാവിക കപ്പലുകൾ, വിമാനങ്ങൾ, മെഡിക്കൽ സംഘങ്ങൾ എന്നിവ വഴി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിക്കുകയും ഭക്ഷണം, മരുന്നുകൾ, രക്ഷാപ്രവർത്തനം, ലോജിസ്റ്റിക് തുടങ്ങിയ അടിയന്തര സഹായം നൽകുകയും ചെയ്യുന്നു.